ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. നാളെ 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം കോവളത്ത് ശക്തമായ തിരയാണ് അനുഭവപ്പെടുന്നത്. കടലിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ട്. സുനിഷ അയ്യലൂർ ചേരുന്നു വിശദാംശങ്ങളുമായി. സുനിഷ, മഴ കനക്കുകയാണ് കേരളത്തിലും. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കോവളത്ത് ഇപ്പോൾ തീരത്ത് വലിയ രീതിയിലുള്ള തിരയാണ് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നു. കടലിൽ ഇറങ്ങുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്? വിനീത, നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത അത് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഏതായാലും കോവളം തീരത്ത് ഉയർന്ന തിരയടിയാണ് അല്പസമയം മുമ്പ് വരെയും അനുഭവപ്പെട്ടത്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലൈഫ് ഗാർഡ് ഇവരെയൊക്കെ മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കയറ് കെട്ടിക്കൊണ്ട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. കാരണം ശക്തമായ തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കയറ് കെട്ടിക്കൊണ്ട് അത്തരം ഭാഗങ്ങളിലേക്ക് അകത്തേക്ക് കയറരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അകത്ത് കയറി ഈ ബീച്ചിലിറങ്ങി കുളിക്കുന്നതടക്കമുള്ളതിന് നിലവിൽ നിയന്ത്രണം നൽകിയിട്ടുമുണ്ട്. നേരത്തെ തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ലൈറ്റ് ഹൗസ് ബീച്ച്, ഹൗവ ബീച്ച്, റോക്ക് ബീച്ച് എന്നിവിടങ്ങളിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ്. ഉയർന്ന തിരമാലയ്ക്ക് ഇനിയും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റാണ് ഇവിടെയൊക്കെയും അടിക്കുകയും ചെയ്യുന്നത്. ഈ 45 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാവുന്ന സാധ്യത കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പായി നൽകുകയും ചെയ്തിരുന്നു. വിനീത, ഏതായാലും ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് പുതുച്ചേരി വടക്കൻ തമിഴ്നാടിന് മുകളിലായാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ അത് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നാളെയോടുകൂടി അതിതീവ്ര മഴയ്ക്കും ഡിസംബർ 1-2 തീയതികളിൽ അതിശക്തമായ, അതായത് ഇന്നും നാളെയും അതിശക്ത മഴ, അതിതീവ്ര മഴ എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. 4 ജില്ലകളിലാണ് അതിശക്ത മഴ, അതായത് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. നാളെയാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് വടക്കൻ കേരളത്തിലാണ്. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പം 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. അതിശക്തമായ മഴ മുന്നറിയിപ്പ് അത് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുകയും ചെയ്യും. നാളെയോടും മറ്റന്നാൾ, അതായത് അടുത്ത വരുന്ന 2 ദിവസം മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. തീരമേഖലയിലും ഒരുപോലെ ജാഗ്രത പാലിക്കണം എന്നത് തന്നെയാണ്. ജില്ലാ ഭരണകൂടങ്ങൾക്ക് ഇപ്പോൾ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കോവളത്ത് ഉൾപ്പെടെ വലിയ രീതിയിൽ തിരയടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ഒരു പ്രഭാവം കൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലാണ് അടുത്ത ദിവസങ്ങളിൽ, വയനാട് ഉൾപ്പെടെ റെഡ് അലേർട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലും മഴ കനക്കും. അതെ വിനീത, അങ്ങനെ തന്നെയാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും അടുത്ത 2 ദിവസം മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ പ്രധാനമായും ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പും മറ്റ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമാണ്. നാളെയാണ് ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. അത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്നത്. റെഡ് അലേർട്ട് ആയിട്ടുണ്ട് അവിടെ. മറ്റ് എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. മറ്റ് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഇനി മറ്റന്നാളത്തെ നോക്കുകയാണെങ്കിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ, അതായത് മധ്യ വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പാണ് പ്രധാനമായും നൽകുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കാരണം ഈ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, അതിതീവ്രമാകാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ മലയോര മേഖലയിലും തീരദേശത്തുള്ളവരും ഒരുപോലെ ജാഗ്രത പാലിക്കണമെന്നതാണ്. നിലവിൽ ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മലയോര മേഖലയിലുള്ളവർ അത് ഈ യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും ഓറഞ്ച് അലേർട്ടിന് സമാനമായ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മാറി താമസിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളേണ്ടതുണ്ട് എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു ഭീകര സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ അലേർട്ട് നൽകിയിട്ടുണ്ട്.
ജാഗ്രതയിലേക്ക് കടക്കണം, ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അത് 45 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, ലക്ഷദ്വീപ്, കേരള കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് നേരത്തെ തന്നെ കടലിൽ ഇറങ്ങുന്നതിനൊക്കെ തന്നെയും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് അറിയിച്ചിരുന്നത്. ലൈഫ് ഗാർഡ് അടക്കമുള്ളവർ ഇപ്പോഴും നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് കോവളം ബീച്ചിലടക്കം നിരവധി പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ എല്ലാം തന്നെ ഉടൻ മാറ്റുക എന്നുള്ളത് പ്രായോഗികമല്ല. പക്ഷേ ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ തിരമാല ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ കൃത്യമായി കയറ് കെട്ടിയും ഓരോ ഏരിയ തിരിച്ചുകൊണ്ടും ആ ഭാഗത്തേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം ലൈഫ് ഗാർഡ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. ഏതായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്നൊരു വിവരപ്രകാരം ഈ ഫേഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത 2-3 ദിവസം കൂടി സംസ്ഥാനത്ത് മഴയും ഒപ്പം തന്നെ ഈ ശക്തമായ തിരമാലയ്ക്കുമൊക്കെ സാധ്യതയുണ്ട് എന്നതാണ് വിനീത. ശരി, സുനിഷ അയിലൂരാണ് വിവരങ്ങൾ നൽകിയത്.